അങ്ങനെ ജലജയും നവ്യയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനകളും കുത്തുവാക്കുകളും ഒളിഞ്ഞു നിന്ന് കേട്ട ദേവയാനി ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ജലജ ആ സമയത്ത് നവ്യയോട് തൻ്റെ സങ്കടം പങ്കുവെക്കുന്നു. ദേ നോക്കിയേ മോളെ, ഇവിടെ ഒരുത്തിയുണ്ട്, അവൻ്റെ അമ്മ. ഞാനൊരു പുറമ്പോക്കായതുകൊണ്ടല്ലേ അവൾ ഇത്രമാത്രം തൻ്റെ ഇടത്തോടെ എൻ്റെ കർണത്തൊന്ന് പൊട്ടിച്ചത്. ജലജ പരിഭവിക്കുമ്പോൾ നവ്യ അത് ശരിവെച്ചു. ആ സമയത്ത് അമ്മ തിരിച്ചു കൊടുക്കാത്തത് വലിയ തെറ്റായിപ്പോയി അമ്മയെന്ന് നവ്യ കൂടി മറുപടിയോട് കൊടുത്തിന് ജലജയുടെ നിയന്ത്രണം വിട്ടു. ഇനി എങ്ങാനും എന്നെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ അവർ വിവരമറിയും. ഞാനിപ്പോൾ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ ജലജ തുള്ളിച്ചാടി മുറിയിലേക്ക് കയറിപ്പോയി. നവ്യ അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന മട്ടിൽ നിൽക്കുമ്പോൾ ജലജ നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. ഇത് കണ്ട ദേവയാനി ആരും കാണാതെ അവൾക്ക് പിന്നാലെ തന്നെ ചെന്നു. ജലജ മുറിക്കകത്തേക്ക് കയറിയത് അറിഞ്ഞ ദേവയാനി പിന്നാലെ ചെന്ന് വാതിൽ ബലമായി അങ്ങ് അടച്ചു കുറ്റിയിട്ടു. വാതിൽ കുറ്റിയിടുന്ന ശബ്ദം കേട്ട് ജലജ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ വന്യമായ ദേഷ്യത്തോടെ ദേവയാനി നിൽക്കുന്നത് കണ്ടു. ദേവയാന്റെ ഈ വരവും വാതിലടക്കലും ജലജ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് പണ്ടേ മനസ്സിലായതാടി എന്ന് ദേവയാനി കടുപ്പിച്ചു പറഞ്ഞപ്പോൾ പതറിക്കൊണ്ട് ഏട്ടത്തി ഇതെന്തൊക്കെയായി പറയുന്നത് എന്ന് ജലജ ചോദിച്ചു. ദുബായിൽ പോയ എൻ്റെ മോൻ തിരിച്ചു വരരുത് എന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണടി അതൊക്കെ എന്ന് ദേവയാനി ഗർജിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ജലജ പച്ചക്കള്ളം പറഞ്ഞു. എന്നാൽ ദേവയാനി വിട്ടില്ല. നിന്റെ ആ വൃത്തികെട്ട നാവിൽ നിന്നും പറഞ്ഞു വന്ന ഓരോ വാക്കുകളും ഞാൻ കേട്ടതാണ് എന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പം അത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിന്റെ മറുപുറം കൂടി ഞാൻ അങ്ങ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ ദേവയാനി അവൾക്ക് താക്കീത് നൽകി. അടിച്ചു നോക്ക്, ഇനി അടിച്ച ഞാനും തിരിച്ചു തല്ലുമെന്ന് ജലജ വെല്ലുവിളിച്ചുവെങ്കിലും ദേവയാനി അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. തല്ലുമല്ലേടി നീ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ജലജയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭിത്തിയിലേക്ക് അങ്ങ് ചേർത്ത് നിർത്താണ് ദേവയാനി. നിങ്ങൾക്കെന്താ വട്ടായോ? എന്തിനാ എപ്പോഴും എന്നോടിങ്ങനെ വഴക്കിടുന്നത്? എപ്പോഴും എന്തിനാ എന്നോട് വഴക്കിടാൻ വരുന്നത് എന്ന് ജലജ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ മോനെയും മരുമകളെയും നീ ഇകഴ്ത്തി സംസാരിക്കാൻ നോക്കിയാൽ ഞാൻ നിന്നെ വിടില്ലടി. എൻ്റെ സമനില തന്നെ തെറ്റും. അവരെപ്പോലെ നന്മയുള്ളവർ ഈ ലോകത്ത് വേറെയില്ല എന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടടി എന്ന് ദേവയാനി ആക്രോശിച്ചു. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ എൻ്റെ മോനാണ് ഈ തലമുറയിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാ എന്ന് ജലജ ചോദിച്ചപ്പോൾ അതല്ലേടി നിന്റെ സംശയം? അവനിപ്പോൾ മാരക വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല, ദേവയാനി ആവർത്തിച്ചു. നിർത്ത്, നിങ്ങളുടെ മോൻ എന്തിനാ അത്ര സത്യവാനാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അബിയേക്കാൾ മുൻപേ ജയിലിൽ കിടക്കേണ്ടത് അവനായിരുന്നില്ലേ? അനഘ എന്ന പെൺകുട്ടി തളർന്നു കിടന്നില്ലായിരുന്നുവെങ്കിൽ അവൾ അവനെ ജയിലിൽ കയറ്റിയേനെ എന്ന് ജലജ തിരിച്ചടിച്ചപ്പോൾ ദേവയാനിയുടെ നിയന്ത്രണം പൂർണ്ണമായും പോയി. ഇല്ലടി, അനഘക്ക് ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ അവളുടെ നാവ് ചലിച്ചിരുന്നുവെങ്കിൽ ജയിലിൽ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണോടി? അത് പറയണ്ട എന്ന് കരുതി നടന്നതാണ് ഞാൻ. നീ ഇതിപ്പോൾ പറയിപ്പിച്ചേ അടങ്ങുമല്ലേ? നിന്റെ മരുമോളെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിക്കുകയല്ലേ നീ? ചേച്ചിയെയും അനിയത്തിയെയും തമ്മിൽ തല്ലിക്കുന്നു. നീയും നിന്റെ മകനും കൂടിയിട്ട് ഈ കുടുംബം നശിപ്പിക്കുകയാണ്. ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകാൻ പോകുന്നത് നിന്റെ മോന് തന്നെയായിരിക്കുമെന്ന് ദേവയാനി വെളിപ്പെടുത്തി. ഓ കൊള്ളാം, അവൾ സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാലോ. ആ ചന്തുമോൾ അബിയുടെ മുഖച്ഛായയാണെന്ന് നിങ്ങൾ പറഞ്ഞത് എൻ്റെ അബിയുടെ തലയിൽ ആ കുറ്റമങ്ങ് കെട്ടിവെക്കാനായിട്ടല്ലേ എന്ന് ജലജ ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി. സത്യങ്ങൾ നവ്യയോട് പറയാൻ ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരോടും നാവടക്കി വെക്കുന്നത് എന്ന് ദേവയാനി പറഞ്ഞു. ഇനി നിന്നോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് നിന്റെ മകനാണടി. ആ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണ്, ദേവയാനി വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇത് കേട്ട ജലജ പരിഹാസത്തോടെ കൈ കൊട്ടി ചിരിക്കാൻ തുടങ്ങി. സ്വന്തം മകൻ ചെയ്ത തെറ്റി പറഞ്ഞപ്പോൾ നീ അട്ടഹസിച്ച് ചിരിക്കുകയാണോടി എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ പിന്നെ ചിരിക്കാതെ, ആദർശാണ് കുറ്റക്കാരൻ എന്നറിഞ്ഞപ്പോൾ ഈ വീട്ടുകാർക്ക് മൊത്തം അസുഖമാണ്. അവൻ കമ്പനിയുടെ MD ആയ പുണ്യാളനായതുകൊണ്ട് തന്നെ അവൻ്റെ ദേഹത്ത് ചെളി വീണപ്പോൾ എൻ്റെ മോനെ കുറ്റക്കാരനാക്കാൻ എല്ലാവരും ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവനെ ജയിലിലാക്കാൻ ആവേശം കാണിച്ചത് എന്ന് ജലജ പറഞ്ഞു. എടി, നിന്റെ മോന് ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ്. ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമടി. അതുകൊണ്ടാണ് കള്ളക്കടത്ത് സ്വർണ്ണ മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റപ്പോൾ അവൻ ജയിലിൽ പോവട്ടെ എന്ന് ആദർശും മുത്തശ്ശനും ഒക്കെ കരുതിയത്. പിന്നെ ചന്തുമോൾ നിന്റെ മകൻ്റെ കുഞ്ഞല്ലെന്ന് നീ പറയുന്നുണ്ടല്ലോ, പക്ഷേ അവനത് ഒരിക്കലും നിഷേധിക്കില്ലടി എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ജലജ ഒന്ന് ഞെട്ടി വിറച്ചു. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോൾ അവൻ എന്നോടോ ആദർശനോടോ എന്തെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കാറുണ്ടോ? അവൻ ആദ്യം എല്ലാവരെയും കുറ്റപ്പെടുത്തി നടന്നിരുന്നവനാണല്ലോ. ഇപ്പോൾ അവൻ എന്തുകൊണ്ട് എല്ലാവരെയും താഴ്ന്നു വഴങ്ങി നടക്കുന്നു എന്ന് നീ ചോദിക്കാറില്ലേ? അതിൻ്റെ കാരണം അനഘ എന്ന പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്ത് അവളുടെ ജീവിതം നശിപ്പിച്ചത് നിന്റെ മകനാണെന്ന കാര്യം സത്യമാണ്. സ്വന്തം ചോര കൺമുന്നിലൂടെ നടന്നിട്ടും അവൻ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാറുണ്ടോടി? ഇതൊക്കെ നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കുത്തി എരിഞ്ഞങ്ങ് കൊല്ലും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ കഴിയുന്നത്. ദേവയാനി സത്യമെല്ലാം തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ ജലജയ്ക്ക് പിന്നെ മറുപടിയൊന്നും ഇല്ലായിരുന്നു.
നീ എന്നെ വിശ്വസിക്കണ്ട. പക്ഷേ നിന്റെ മകൻ അത് സമ്മതിച്ചാൽ നിനക്ക് വിശ്വാസമാവോ? അവനെ വിളിച്ച് ചോദിക്കടി. അവനല്ലെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അവൻ്റെ ജീവിതം ഇന്നത്തോടെ അങ്ങ് അവസാനിക്കും. അതും പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ജലജ തടഞ്ഞു. എന്നാൽ ദേവയാനി തിരിഞ്ഞു ചെന്നുകൊണ്ട് തന്നെ തല്ലിയാൽ തിരിച്ചു തല്ലുമെന്ന് നീ പറഞ്ഞല്ലോടി, തല്ലടി എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ജലജയുടെ കർണത്ത് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അടികൊണ്ട് കറങ്ങിയ ജലജ കട്ടിലേക്ക് വീണു. ജലജയുടെ കവിളുകളിൽ ദേവയാനിയുടെ 5 വിരലുകളും പതിഞ്ഞിരുന്നു. ഇനി നീ എന്നെ തല്ലില്ല, പകരം ഞാൻ പറയുന്നത് അടിമയെപ്പോലെ നീ അനുസരിക്കേണ്ടി വരുമെന്ന് ദേവയാനി ഉറപ്പിച്ചു പറഞ്ഞു. ജലജ ആകെ തകർന്നിരുന്ന് അവിടെ അങ്ങ് കിടന്നുപോയി. അപ്പോഴാണ് അഭി വീട്ടിലേക്ക് കയറി വരുന്നത്. അവനെ കണ്ടതോടുകൂടി തന്നെ ദേവയാനി പറഞ്ഞു, ചെല്ലടാ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ നീ വേഗം ചെല്ലേ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അഭി പേടിയോടുകൂടെ ചോദിക്കുമ്പോൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. പക്ഷേ നിന്റെ അമ്മ അതെല്ലാം തന്നെ ഉണ്ടാക്കി. കാര്യങ്ങളെല്ലാം നീ അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്ക്. നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ദേവയാനി അവിടെ നിന്നും പോയി. അഭിയുടെ ശരീരമാകെ തന്നെ വിറക്കാൻ തുടങ്ങി. നീയും അമ്മയും ഇവിടെ കഴിയണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങളാണ്. നവ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഈ വീട്ടിൽ കഴിയുന്നതെന്ന് ഓർത്തോ. സ്വന്തം ചേച്ചിയുടെ ജീവിതം തകരുന്നതിൽ നയനക്ക് വേദനയുള്ളത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ നിന്നെ ഇവിടെ നിലനിർത്തുന്നത്. നീയും അമ്മയും പുറമ്പോക്കുകൾ തന്നെയാണ് എന്ന് ദേവയാനി ആവർത്തിച്ചു പറഞ്ഞു. അഭി ടെൻഷനോട് കൂടി തന്നെ വേഗം മുറിയിലേക്ക് ചെന്നു. അമ്മ മുറിയിൽ വാതിലടച്ച് അവനെ ഭിത്തിയിലങ്ങ് ചേർത്ത് പിടിച്ച്, അമ്മായി പറഞ്ഞതൊക്കെ സത്യമാണോടാ? ആരാടാ ചന്തുമോൾ? അത് ആദർശിൻ്റെ കുഞ്ഞാണോ അതോ നിൻ്റേതാണോ എന്ന് ജലജ ചോദിച്ചു. അഭി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ, നീ സമ്മതിച്ചാലേ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവൂ. ഇത് സത്യമല്ല എങ്കിൽ എൻ്റെ കവിളത്ത് കിട്ടിയ ഈ അടിക്ക് പകരം എനിക്ക് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതല്ലേ വീട്ടിൽ പ്രശ്നമുണ്ടാക്കരുത് എന്ന് അഭി പിറുപിറുത്തപ്പോൾ, നിന്റെ അമ്മായി എല്ലാം നവ്യോട് പറയുമെന്ന് വെല്ലുവിളിക്കുന്നു. അനഘയെ ചതിച്ചത് നീയാണോടാ എന്ന് വീണ്ടും ജലജ ചോദിച്ചു. ഗതികെട്ട അഭി അത് സമ്മതിച്ചു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയൊരബദ്ധമാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടു. ജലജ അന്തം വിട്ടുപോയി. അബദ്ധമല്ലടാ, നിനക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നീ തന്ത്രപരമായി മറികടന്നു. ഇവിടെ നീ തോറ്റുപോയല്ലോടാ എന്ന് ജലജ സങ്കടത്തോടെ പറയാണ്. അവൾ ഗൾഫിലായിരുന്നുവെങ്കിലും ഇടയ്ക്ക് രോഗം ബാധിച്ചാണ് നാട്ടിലേക്ക് വന്നത് എന്നും കുഞ്ഞിനെ വെച്ച് കളി തുടങ്ങിയതെന്നും അഭി വിവരിച്ചു. അവളെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ നവ്യയുടെ ദയയിലാണ് ഇവിടെ കഴിയുന്നത്. അവൾ എങ്ങാനും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെരുവിലാവുമെന്നും ജലജ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം അമ്മേ. അമ്മ എൻ്റെ കൂടെ നിൽക്കണം. ഇനി ആരെയും ഭരിക്കാൻ പോകരുത്. ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത് എന്ന് അഭി കരഞ്ഞുകൊണ്ട് തന്നെ ജലജയോട് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് ഗൾഫിലെ സ്റ്റാഫുകൾ ആദർശിനെ കുറിച്ച് സംസാരിക്കാണ്. ആദർശ് ദുബായ് ജയിലിലാണ് എന്നും അവൻ്റെ ശത്രുക്കൾ ആഘോഷം തുടങ്ങിയെന്നും അവർ പറഞ്ഞു. അഭിക്ക് ആ സമയത്ത് ഒരു കോള് വന്നു. നിന്റെ ശത്രു അകത്തായി, ഇനി നിനക്ക് ആഘോഷിക്കാമെന്ന് അപ്പുറത്ത് നിന്ന് അറിയിച്ചപ്പോൾ അഭിക്ക് വലിയ ആശ്വാസമായിരുന്നു. അവൻ നേരെ വേണുവിനെയും രേവതിയെയും കാണാൻ വേണ്ടി നേരെ അങ്ങോട്ടേക്ക് ചെന്നു. തങ്ങൾ വലിയ തകർച്ചയിലാണെന്നും ആദർശിന് കിട്ടിയ ഈ തിരിച്ചടി വലിയ കാര്യമാണെന്നും അവൻ അവരോട് പറഞ്ഞു. ഗൾഫിൽ മുത്തശ്ശൻ്റെ സ്വാധീനം നടപ്പില്ലെന്നും അവൻ കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. സ്വന്തം ചേച്ചി നവ്യ കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടിയില്ലല്ലോ. അതിനുള്ള മധുരപ്രതികാരമാണിതെന്ന് അഭി പറഞ്ഞു. മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച ഉടനെ തന്നെ ഉണ്ടാവുമെന്നും താൻ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയവനാണെന്നും അവൻ സ്വപ്നം നെയ്തുകൂട്ടി. തൻ്റെ തെറ്റുകളെല്ലാം തന്നെ അമ്മ അറിഞ്ഞതുകൊണ്ട് തന്നെ അമ്മ ആ ഒരു ഷോക്കിലാണെന്നും അവളെ ആശ്വസിപ്പിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അഭി അവിടെ നിന്നും ഇറങ്ങി. നയനെ സ്നേഹിക്കുന്നവർ അനുഭവിക്കട്ടെ എന്നും ഈ വാർത്ത കേട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞു വരെ പോവട്ടെ എന്നും രേവതിയും അച്ഛനും കൂടി ശപിക്കുന്നു. അനാമിക ജയിച്ചു എന്ന മട്ടിൽ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ഇനി ഏതായാലും പത്തരമാറ്റിൽ നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.